സ്തുതിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണുവീണ് വന്ദിച്ചിടാം. ആത്മനാഥാ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീണാൾ വാഴണം. ആത്മനാഥാ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീണാൾ വാഴണം. പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും ഞങ്ങളുടെ കൂടെ ജീവിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നദ്ധയിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് കൊടുക്കാം. ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയുമായിട്ട് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്കണ്ഠകളും ആകുലതകളും വേദനകളും ആരോടും പറയാത്ത ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. 1 പത്രോസ് 5:6 നമ്മൾ വായിക്കുന്നത് പോലെ നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. കർത്താവേ, നീ ഞങ്ങളുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രശ്നങ്ങളെയും എൻ്റെ വേദനകളെയും എൻ്റെ ആകുലതകളെയും എല്ലാം നിൻ്റെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ എന്ന മനസ്സോടുകൂടിയായിരിക്കാം നമുക്ക് ഈ നിമിഷം നമ്മുടെ ജീവിതത്തെ മുഴുവനുമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ കുടുംബത്തെ വിട്ടുകൊടുക്കാം. നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഓർക്കാം, കടബാധ്യതകൾ ഓർക്കാം, മക്കളെക്കുറിച്ചുള്ള ചിന്തകൾ ഓർക്കാം, ജീവിത പങ്കാളിയുടെ പ്രശ്നങ്ങൾ സമർപ്പിക്കാം. വീട്ടിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ഓർക്കാം. അതൊക്കെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. വേദനിക്കുന്ന കരയുന്ന ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ മുഴുവൻ നമുക്ക് സമർപ്പിച്ചു കൊണ്ടിരിക്കാം. ഈ നിമിഷം നമ്മുടെ നൊമ്പരങ്ങൾ ഈ നിമിഷം നമ്മുടെ മനസ്സിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാം. ദൈവത്തിൻ്റെ മുമ്പിൽ അത് നമുക്ക് സമർപ്പിക്കാം. നാദാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. എല്ലാവരും ചേർന്ന് പാടി. നാദാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാദാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. ഒരിക്കൽ കൂടി ചേർന്ന് പാടി. നാദാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ,
മായി കൈക്കൊള്ളണേ. ഈശോയുടെ സന്നിധിയിൽ നമ്മളെ പൂർണ്ണമായിട്ടും നമുക്ക് വിട്ടുകൊടുക്കാം. നമുക്ക് പലതരത്തിലുള്ള ബന്ധനങ്ങളുണ്ട്, ആകുലതകളുണ്ട്, ഭയങ്ങളുണ്ട്, എല്ലാം ഉണ്ട് നമ്മുടെ ജീവിതത്തിന്. ഈശോയുടെ മുമ്പിലേക്ക് അതൊക്കെ വിട്ടുകൊടുക്കാം. ഈശോയെ, സർവശക്തനായ തമ്പുരാനെ, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ നിൻ്റെ മുമ്പിലേക്ക് തരുന്നു എന്ന മനസ്സോടു കൂടിയായിരിക്കാം നമുക്ക് ഈ നിമിഷം. ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ അഭിഷേകവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിറയുന്നത് നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ മുമ്പിൽ വിട്ടുകൊടുക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോഴാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ പറഞ്ഞു വെച്ച വളരെ സുന്ദരമായൊരു കാര്യമുണ്ട്. ഇങ്ങനെയാ, കർത്താവിൻ്റെ കരങ്ങളിലെ കളിപ്പന്താകാൻ ആഗ്രഹിച്ചവളാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. കാരണം ഇത്രയേ ഉള്ളൂ, ദൈവത്തിന് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തവളായിരുന്നു വിശുദ്ധ കൊച്ചു ത്രേസ്യ. അതുകൊണ്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യയെ ദൈവത്തിൻ്റെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ. നമ്മുടെയൊക്കെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ ഇല്ലായെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. ദൈവമേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. എന്നെ പൂർണ്ണമായിട്ട് ഞാൻ സമർപ്പിക്കുന്ന കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ നീ വിശുദ്ധീകരിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളെ പൂർണ്ണമായിട്ടും നമ്മുടെ മക്കളെ പൂർണ്ണമായിട്ടും, ജയറോസ് എന്ന അപ്പൻ സ്വന്തം മക്കളെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൊടുത്തപ്പോഴാണ് ദൈവം ഒത്തിരിയേറെ അഭിഷേകം ചെയ്തത്, അനുഗ്രഹിച്ചത്, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. നമ്മളെ പൂർണ്ണമായിട്ടും കൊടുത്തോക്ക് നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിത പങ്കാളിയെ കൊടുത്തോക്ക്. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. സക്കേവൂസ് എന്ന മനുഷ്യൻ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചപ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ ദൈവം ഒത്തിരിയേറെ അടയാളങ്ങളും അനുഗ്രഹങ്ങളും നൽകിയത്. രക്തസ്രവക്കാരി സ്ത്രീയും ഒത്തിരി മനുഷ്യരുണ്ട് ഇങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് പൂർണ്ണമായിട്ടും കൊടുത്തവർ. നമ്മുടെയൊക്കെ ജീവിതത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് പൂർണ്ണമായിട്ടും കൊടുക്കാം. ദൈവമേ, പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ നീ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ മുഴുവനുമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മളിപ്പോൾ പാടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പരിശുദ്ധാത്മാവ് നിറയുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയുന്ന നിമിഷമാണിത്. ഒത്തിരിയേറെ ബന്ധനങ്ങൾ അടിയുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോഴാണ് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അകന്നു പോവുക, രോഗസൗഖ്യങ്ങൾ ഉണ്ടാകുക, അത്ഭുതങ്ങൾ ഉണ്ടാകുക, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക. അതുകൊണ്ട് ദൈവം തന്ന സഹായകനെ ഓർക്കുന്ന ഈ നിമിഷത്തിൽ, ദൈവമേ, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നീ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടെ ഒത്തിരിയേറെ അഭിഷേകത്തോടുകൂടെ ഉച്ചത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഈ നിമിഷം പാടി പ്രാർത്ഥിക്കാം. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ചേർന്ന് പാടാം. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ഒരിക്കൽ കൂടി. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ദൈവാരൂപിയേ, ദൈവാരൂപിയേ, സ്നേഹജ്വാലയാൽ സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യ ജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. കരങ്ങൾ നീട്ടിപ്പിടിച്ചു പാടിയേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. വിശ്വാസത്തോടു കൂടെ പാടിയേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ യേശുവേ, ശക്തിയേകി നയിക്കണേ. നമുക്ക് ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഈ ദിവികാരനാഥനെ നോക്കി, ദൈവമേ, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ എന്നെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും എൻ്റെ പ്രാർത്ഥനകളെയും എൻ്റെ ആവശ്യങ്ങളെയും അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ഉച്ചസ്വരത്തിൽ എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കർത്താവേ, നിന്റെ അഭിഷേകം ഈ മക്കളിലേക്ക് നീ ചൊരിയണേ കർത്താവേ. ഇവരുടെ ബന്ധനങ്ങൾ, രോഗങ്ങൾ, ആകുലതകൾ അകന്നു പോകട്ടെ കർത്താവേ. നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ മക്കളിലേക്ക് ചൊരിയണേ കർത്താവേ. നിന്റെ നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ വിശുദ്ധീകരിക്കണേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 33-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല, ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കുമെന്ന്. കർത്താവിൻ്റെ വചനമാണ്. ഒന്നും കൂടി നമുക്കത് കേൾക്കാം. കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല, ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. കർത്താവിൻ്റെ കൂടെ നടക്കുന്നവനെ ദൈവം രക്ഷിക്കുമെന്ന് പറയുക. കർത്താവിനെ ഭയപ്പെടുന്നവന് ഒരിക്കലും അനർത്ഥം സംഭവിക്കില്ലെന്ന് പറയുക. അതുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് ബഹുമാനത്തോടു കൂടെ കർത്താവിനെ ചേർത്ത് പിടിച്ച് ഈ നിമിഷം നമുക്കായിരിക്കാം. കർത്താവേ, നീ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ സങ്കടങ്ങളിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം ഇത്. പ്രത്യേകമായിട്ട് നമ്മൾ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുക. കടബാധ്യത അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഒത്തിരി മക്കൾ കടബാധ്യത മൂലം വലയുന്നുണ്ട്. ഇന്ന് നിയോഗങ്ങളാണെങ്കിലും ആവശ്യങ്ങളാണെങ്കിലും പ്രാർത്ഥനകളാണെങ്കിലും നിങ്ങൾക്കറിയാം, ഒത്തിരി മക്കൾ കടബാധ്യത മാറാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കണേ. ബിസിനസ് തകർന്നു പോയവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്, കുടുംബത്തിൽ ഒത്തിരിയേറെ അസ്വസ്ഥതകളാണ് കടബാധ്യതകൾ മൂലം. ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നില്ല, കടക്കാർ വന്ന് ചോദിക്കുന്നു, പല പ്രശ്നങ്ങൾ, കുടുംബത്തിൽ അസ്വസ്ഥതയാണ്, സമാധാനമില്ല, എന്താ ചെയ്യണമെന്നറിയാൻ പാടില്ല, എങ്ങനെ കടം തീർക്കുമെന്നറിയാൻ പാടില്ല. ഒത്തിരി ബുദ്ധിമുട്ടിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുക. കടബാധ്യതകൾ അനുഭവിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. വാവാ യേശുനാഥ എന്ന ഗാനത്തിൻ്റെ ഈരടികൾ നമ്മൾ പാടുമ്പോൾ, കർത്താവെ, കടബാധ്യതകൾ മൂലം വലയുന്ന ഓരോ മക്കളിലേക്കും നിൻ്റെ അഭിഷേകം നൽകി, നിൻ്റെ അനുഗ്രഹം നൽകി, അവരുടെ കടബാധ്യതകൾ ഇളച്ചു കൊടുക്കാനുള്ള വഴികൾ തുറന്നു കൊടുത്ത് അവർക്കതിനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും നീട്ടി കടബാധ്യത മൂലം വേദന അനുഭവിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഈ നിമിഷം യേശുവിനെ വിളിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യേശുനാഥാ, സ്നേഹനാഥാ, എൻ ഹൃദയം തേടിടും സ്നേഹമേ നീ. ഈശോയേ, യേശുനാഥാ. ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ പാടിയേ. യേശുനാഥാ, ഈശോയേ, സ്നേഹനാഥാ, എൻ ഹൃദയം തേടിടും സ്നേഹമേ നീ. ഇരുകരങ്ങൾ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഈ നിമിഷം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഈ വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ഒന്നും അസാധ്യമായിട്ടില്ലാത്ത തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പലവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവരാണ് നമ്മുടെ ഇടയിൽ. ഒത്തിരി രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവരുണ്ട്. ക്യാൻസർ മൂലം ബുദ്ധിമുട്ടുന്നവരുണ്ട്, പലവിധ വേദനകൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, പേശി വലവ് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, ഉദരസംബന്ധമായ വേദന അനുഭവിക്കുന്നവരുണ്ട്. പലവിധ രോഗങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും. മെനിഞ്ചൈറ്റീസിൻ്റെ പ്രശ്നം മൂലം വേദന അനുഭവിക്കുന്നവരുണ്ട്, അലർജി പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്, പകർച്ചവ്യാധികളുള്ളവരുണ്ട്. ഈശോയുടെ മുമ്പിൽ കൊടുക്കാം. ഒത്തിരി അസുഖങ്ങളാണ് നമുക്ക്. ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളവരുണ്ട്, ചിലതിന് ഒടിവും ചതവും ഒക്കെ ഉള്ളവരുണ്ട് നമ്മുടെ ഇടയിൽ. ഈശോയുടെ മുമ്പിലേക്ക് കൊടുക്കാം. ഈശോയെ, രോഗങ്ങൾ മൂലം വലയുന്ന ഓരോ മക്കളെയും സൗഖ്യപ്പെടുത്താൻ നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയ ദൈവമേ, ബധിരന് കേൾവി നൽകിയ ദൈവമേ, തകർന്നുപോയവർക്കും തളർന്നുപോയവർക്കും രക്ഷ നൽകിയ ദൈവമേ, നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് രോഗങ്ങളാൽ വലയുന്ന ഓരോ മക്കളെയും സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടെ എല്ലാ മക്കളും ഈശോയെ വിളിച്ച് ഒന്നും കൂടി പാടി പ്രാർത്ഥിച്ചേ. വാവാ
യേശുനാഥ വാവ സ്നേഹനാഥ ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവ യേശുനാഥ. വിശ്വാസത്തോടെ വാവ യേശുനാഥ ഈശോയേ വാവ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവ യേശുനാഥ. ഇരുകരങ്ങൾ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 15-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. തമ്പുരാൻ്റെ വചനമാണിത്. ഒരിക്കൽ കൂടി ആ വചനം നമുക്ക് കേൾക്കാം. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. എൻ്റെ തമ്പുരാൻ കാത്തുരക്ഷിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഓരോ ദിവസവും. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ഈ നിയോഗത്തിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കുക നമ്മുടെ മക്കളെയാണ്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെല്ലാവരും. മക്കൾക്ക് വേണ്ടി കരയുന്നവരാണ് നമ്മളെല്ലാവരും. മക്കളെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒത്തിരി സങ്കടങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൊടുക്കാം. നമ്മുടെ മക്കളെ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൊടുക്കാം. പലവിധ മക്കളും പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക. നന്നായിട്ട് പഠിക്കാൻ, നല്ല മക്കളായിട്ട് ജീവിക്കാൻ, പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കാൻ കർത്താവേ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. തെറ്റായിട്ടുള്ള ബന്ധങ്ങളിൽ പെട്ടുകിടക്കുന്ന മക്കളുണ്ട് നമ്മുടെ ഇടയിൽ. ആ മക്കളെ അനുഗ്രഹിക്കണേ ഈശോ എന്ന് പ്രാർത്ഥിക്കാം. ബന്ധത്തിൽ നിന്നും കടന്നു വരാൻ വേണ്ടി ആ മക്കളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം മദ്യപാനം, മയക്കുമരുന്ന്, പുകവലിയുടെ അടിമത്തങ്ങളിൽ കഴിയുന്ന മക്കളുണ്ട് നമ്മുടെ ഇടയിൽ. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൊടുക്കാം. ആ മക്കളെ അനുഗ്രഹിക്കണേ ഈശോ എന്ന് പ്രാർത്ഥിക്കാം. ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കളുണ്ട് നമ്മുടെ ഇടയിൽ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാത്ത മക്കളുണ്ട് നമ്മുടെ ഇടയിൽ. ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് ജോലി കിട്ടാതെ വിഷമിക്കുന്ന മക്കളുണ്ട്. വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്ന മക്കളുണ്ട്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ട്. ഈശോയുടെ മുമ്പിലേക്ക് നമ്മുടെ മക്കളെ മുഴുവനുമായിട്ട് കൊടുക്കാം. വിദൂരങ്ങളിലായിരിക്കും നമ്മുടെ മക്കളുണ്ട്. പഠനത്തിനും ജോലിക്കുമൊക്കെ വിദേശത്ത് പോയ മക്കളുണ്ട്. ദൈവമേ ഞങ്ങളുടെ മക്കളെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ അന്ധകാരത്തിൽ നിന്നും, അന്ധകാര ശക്തികളിൽ നിന്നും, പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും, തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, തടസ്സങ്ങളിൽ നിന്നും എൻ്റെ മക്കളെ കാത്തുകൊള്ളണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ മക്കൾക്ക് സംരക്ഷണം കൊടുക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. നിൻ്റെ കാവൽ മാലാഖമാരെ ഞങ്ങളുടെ മക്കൾക്ക് നൽകണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ മുമ്പിൽ നമ്മുടെ മക്കളെ മുഴുവനുമായിട്ടും കൊടുത്ത് കർത്താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നിൻ്റെ കൃപയും അഭിഷേകവും അനുഗ്രഹവും ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അവരുടെ പേരുകൾ ഓർത്ത് ഈശോയെ അവരുടെ ജീവിതത്തിൽ നിൻ്റെ അഭിഷേകം നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങൾ നീട്ടി ഈ ദിവ്യകാരുണ്യനാഥനെ നോക്കി വിശ്വാസത്തോടെ എല്ലാ മക്കളും പാടി പ്രാർത്ഥിച്ചേ. യേശുനാഥ വാവ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ ഈശോയേ വാവ യേശുനാഥ. ഒരിക്കൽ കൂടി എല്ലാ മക്കളും ചേർന്ന് വാവ യേശുനാഥ ഈശോയേ വാവ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവ യേശുനാഥ. ഇരുകരങ്ങൾ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. തമ്പുരാൻ്റെ വചനം ഇത്. ആ വചനത്തെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഈ നിമിഷത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ടെൻഷൻസാണ്. ഒത്തിരി ആകുലത അനുഭവിക്കുന്നവരാണ് നമ്മൾ. ചില കാര്യങ്ങളെ ഓർത്ത്, ചില ജീവിതത്തിൻ്റെ
അവസ്ഥകളെ ഓർത്ത് ഒത്തിരി ടെൻഷൻ അടിക്കുന്നവരാ. ഭയമാണ് ചിലതിനോട്. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൊടുക്കാം, നമ്മുടെ ഭയങ്ങളെ കൊടുക്കാം. പരീക്ഷ എന്ന് കേൾക്കുമ്പോഴേക്കും ഭയപ്പെടുന്ന മക്കളുണ്ട്. ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഭയങ്ങളുള്ളവരുണ്ട്. ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ ഒത്തിരി വിഷമിച്ചിരിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ ചെയ്താൽ ശരിയാവോ, ഞാൻ ഇങ്ങനെ പോയാൽ ശരിയാവോ, ഒത്തിരി ഭയങ്ങളാണ് നമുക്ക്. ഒത്തിരി ആകുലതകളുണ്ട്. എന്തായിത്തീരും, എങ്ങനെയായിത്തീരും, എന്താകും, ഞാൻ എങ്ങനെ പോകും, ഞാൻ എങ്ങനെ ജീവിക്കും, എൻ്റെ ജീവിതം എങ്ങനെയാകും, ഒത്തിരി ടെൻഷനാണിങ്ങനെ. ഓരോ ദിവസവും ഓവർ തിങ്കിങ് ഉള്ള മനുഷ്യരുണ്ട്. ഈ ഓവർ തിങ്കിങ് മൂലം ഡിപ്രഷൻ ലെവലിലേക്ക് കടന്നു പോകുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ. ഈശോയുടെ മുമ്പിലേക്ക് കൊടുക്കാം. നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ ഒത്തിരി ഓവർ തിങ്ക് ചെയ്യുന്നവരാ. പഠനത്തിൻ്റെ കാര്യത്തെ ഓർത്ത്, ജീവിതത്തിൻ്റെ കാര്യത്തെ ഓർത്ത്, ജോലിയുടെ കാര്യത്തെ ഓർത്ത് ഈശോയുടെ മുമ്പിലേക്ക് അതൊക്കെ നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, എൻ്റെ ടെൻഷൻസും എൻ്റെ ഭയങ്ങളും ഞാൻ സമർപ്പിക്കുക. നീ കൂടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നീ ഞങ്ങളെ മറന്നിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം. പെറ്റമ്മ മറന്നാലും ഞങ്ങളെ മറക്കില്ല എന്ന് പറഞ്ഞ തമ്പുരാനെ, നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ ഭയങ്ങൾ അകറ്റി, ഞങ്ങളുടെ ടെൻഷൻസ് അകറ്റി, ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ മുമ്പിലേക്ക് നമ്മുടെ എല്ലാ ഭയങ്ങളും ആകുലതകളും ടെൻഷനും ഒക്കെ കൊടുക്കാം. ഞാൻ എപ്പോഴും ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം കൂടെയുള്ള മനുഷ്യൻ ഒരിക്കലും ഭയപ്പെടില്ല. കാരണം എന്താ? അവൻ്റെ കൂടെ ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസമാണ്. ദൈവം കൂടെയുള്ള മനുഷ്യൻ ഒരിക്കലും ടെൻഷൻ അടിക്കില്ല. കാരണം എന്താ? അവൻ്റെ കൂടെ ദൈവമുണ്ട്. വേറെ ആരും ഇല്ലെങ്കിലും ദൈവമുണ്ട്. അതാണ് ഏറ്റവും വലിയ ഉറപ്പ്. ഈ ലോകത്തെ ഏറ്റവും വലിയ ഉറപ്പതാ. ആ ഉറപ്പിലേക്ക് കടന്നു വരാൻ ദൈവമേ, നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ടെൻഷൻസും ഭയങ്ങളും അകറ്റി വിശ്വസ്തയോടുകൂടെ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടെ ജീവിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളെ നീട്ടി ഈ ദിവ്യകാരുണ്യനാഥനെ നോക്കി വിശ്വാസത്തോടെ എല്ലാ മക്കളും പാടി പ്രാർത്ഥിച്ചേ. യേശുനാഥാ, സ്നേഹനാഥാ, ആയിൻ ഹൃദയം തേടിടും സ്നേഹമേ നീ. ഈശോയേ, യേശുനാഥാ. ഒരിക്കൽ കൂടി എല്ലാ മക്കളും ചേർന്ന് യേശുനാഥാ, സ്നേഹനാഥാ, ആയിൻ ഹൃദയം തേടിടും സ്നേഹമേ നീ. ഒരു നിമിഷം നിശബ്ദമായി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ സ്നേഹം അനന്തമാണ്. എൻ്റെ സ്നേഹം അനന്തമാണ്. ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ്. ആ സ്നേഹം ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല. ആ സ്നേഹം ഒരിക്കലും നമ്മളെ തള്ളിക്കളയില്ല. കുന്നുകൾ മാറ്റപ്പെട്ടാലും മലകൾ അകന്നുപോയാലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടാകും. ആ വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകൾ ഒരു നിമിഷം നിശബ്ദമായിട്ട് നമുക്കൊന്ന് ഓർക്കാം. ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നദ്ധയിൽ നമ്മൾ ആ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. നമുക്ക് ഇരുകരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഈശോയുടെ മുമ്പിലാണ് നിൻ്റെ കരങ്ങൾ നീ ഉയർത്തിയിരിക്കണേ. ഈ കരങ്ങൾ ഉയർത്തുന്നതിന് ലക്ഷ്യമുണ്ട്. കാരണം എന്താണെന്നറിയോ? കർത്താവേ, പൂർണ്ണമായിട്ട് ഞാൻ സമർപ്പിക്കുക, എന്നെ പൂർണ്ണമായിട്ട് ഞാൻ വിട്ടുതരിക. എനിക്ക് നീ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് അഭിമാനിക്കാനും അഹങ്കരിക്കാനും ഒക്കെ ഈശോ മാത്രമേ ഉള്ളൂ. ആ ഈശോയുടെ മുമ്പിൽ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുക. കരങ്ങൾ മുഴുവൻ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിക്കുക. എന്നിട്ട് ഈശോയോട് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. അച്ഛൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. യേശുവിൻ്റെ നാമം നമ്മൾ അഭിഷേകത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം. എന്തിനാ അച്ഛൻ ഇങ്ങനെ പറയണമെന്നറിയോ? യേശുവിൻ്റെ നാമം പറയുമ്പോൾ പൈശാചിക ബന്ധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് അകന്നു പോകും. അച്ഛൻ പലപ്പോഴും ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ചെയ്യുമ്പോൾ അച്ഛനത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയണേ, ഒത്തിരി അച്ഛന് അനുഭവങ്ങൾ കൊണ്ട് പഠിച്ചിട്ടുള്ള പാടാത്. അതുകൊണ്ടാണ് പറയണേ, യേശുവിൻ്റെ നാമം നമ്മളെപ്പോഴും ഉരുവിടുമ്പോൾ പൈശാചിക ബന്ധനങ്ങൾ, പൈശാചിക ബാധകളൊക്കെ അകന്നു പോവും, തടസ്സങ്ങൾ അകന്നു പോവും, ബന്ധനങ്ങൾ അകന്നു പോവും, പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അകന്നു പോവും. ഈശോയുടെ നാമത്തിന് അത്രയും ശക്തിയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞേ, എൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ദൈവത്തിൻ്റെ അഭിഷേകം ഉണ്ടാകുന്നു.
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 14 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരുമെന്ന് തമ്പുരാൻ പറയാം. ഈശോയുടെ നാമം നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം. കൈകളൊക്കെ വേദനിച്ചോട്ടെ, ഈശോയുടെ മുമ്പിലേക്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇച്ചിരി വേദന സഹിച്ച് പ്രാർത്ഥിക്കുക. ഒത്തിരി അഭിഷേകം അനുഗ്രഹം ഉണ്ടാവും. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ വേദനകളൊന്ന് ഓർക്ക്, ഈ ദിവ്യകാരുണ്യനാഥനെ ഒന്ന് നോക്ക്, ഈശോയെ നോക്ക്. എന്നിട്ട് പതുക്കെ ഒന്ന് കണ്ണടച്ച് ഈ നിമിഷം നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ മാത്രം അറിഞ്ഞാൽ മതി, പുറത്തേക്ക് കേൾക്കണ്ട, ആരും കേൾക്കണ്ട. എല്ലാവരും മനസ്സിൽ മാത്രം യേശുവിൻ്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. നിൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ബന്ധനങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അകന്നു പോകാൻ വേണ്ടിയിട്ട് അച്ഛൻ പറയുന്നത്. എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അകന്നു പോകാൻ വേണ്ടിയിട്ട് അച്ഛൻ പറയുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. ദൈവത്തിൻ്റെ അഭിഷേകം വരും, ദൈവത്തിൻ്റെ അനുഗ്രഹം വരും. നീ കരഞ്ഞാൽ ദൈവം നിൻ്റെ കണ്ണീരൊപ്പം കടന്നു വരും. നീ വേദനിച്ചാൽ തമ്പുരാൻ നിൻ്റെ ജീവിതത്തിൻ്റെ വേദനകൾ എടുത്തു മാറ്റും. നീ ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിക്കുമ്പോൾ ദൈവം സ്വർഗം തുറന്ന് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. അതുകൊണ്ട് മനസ്സിൽ മാത്രം യേശുവേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് തന്നെ എൻ്റെ ചുറ്റും നിൽക്കുന്ന ഒരു 10 പേര് കേൾക്ക്. ഈ ദിവ്യകാരുണ്യ നാഥനെ നോക്കി, കണ്ണു തുറന്ന് നോക്കി, ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി വിശ്വാസത്തോടെ എല്ലാ മക്കളും സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ദേവാലയത്തിലുള്ള എല്ലാവരും കേൾക്കെ വിശ്വാസത്തോടെ എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, നിന്റെ നാമത്തിൻ്റെ ശക്തിയാ, വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് ഈ മക്കളെ അനുഗ്രഹിക്കണേ കർത്താവേ. സകലവിധ പുണ്യവാന്മാരോട് ചേർന്ന്, സകലവിധ കാവൽ മാലാഖമാരോട് ചേർന്ന് ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന നിമിഷം ഈ മക്കളുടെ ജീവിതത്തെ നീ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കട്ടെ. നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ, നിന്റെ തിരിച്ചറിയാൽ ഈ മക്കളെ നീ കഴുകി വിശുദ്ധീകരിക്കണമേ. സകലവിധ ബന്ധനങ്ങളും ആകുലതകളും ബുദ്ധിമുട്ടുകളും ഈ സമൂഹത്തിൽ നിന്ന് അകന്നു പോകട്ടെ. പൈശാചിക ശക്തികൾ ഈ സമൂഹത്തിൽ നിന്ന് അകന്നു പോകട്ടെ. സകലവിധ രോഗങ്ങൾ സുഖമാക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ കൃപ ഈ സമൂഹത്തിലേക്ക് കടന്നു വരട്ടെ. യേശുവിൻ്റെ നാമം വിളിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കർത്താവിൻ്റെ അഭിഷേകം ഈ സമൂഹത്തിൽ കടന്നു വരട്ടെ. കർത്താവിൻ്റെ കൃപ ഈ സമൂഹത്തിലേക്ക് കടന്നു വരട്ടെ. ദൈവനാമത്തിൻ്റെ ശക്തിയാൽ സകലവിധ രോഗങ്ങളും ബന്ധനങ്ങളും ആകുലതകളും ബുദ്ധിമുട്ടുകളും ഈ സമൂഹത്തിൽ നിന്ന് അകന്നു പോകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ഈ സമൂഹത്തിൽ വസിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ചേർന്ന് പാടിയേ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശുവേ നീ മാത്രം മതി, ഈശോ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ജീവിതത്തെ മുഴുവൻ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് കർത്താവെ അനുഗ്രഹം കൊണ്ട് അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം
തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയുടെ സന്നദ്ധിയിലേക്ക് നമുക്ക് കരങ്ങൾ നീട്ടിപ്പിടിക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക് ഇനി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകില്ലെന്ന് പറയണേ. തമ്പുരാൻ്റെ വചനം നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, വായിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാം. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നൽകാൻ തമ്പുരാനുണ്ട് കൂടെ. പക്ഷേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും ഞാൻ അന്വേഷിക്കണം. അവൻ്റെ കൂടെ ഞാൻ നടക്കണം. അവനോട് ഞാൻ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഇരു കരങ്ങളും നീട്ടി ഈ ദിവികാരൻ്റെ നാഥനെ നോക്കി വിശ്വാസത്തോടെ എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മക്കളെ അനുഗ്രഹിക്കണേ കർത്താവേ. ഈ മക്കളെ വിശുദ്ധീകരിക്കണേ കർത്താവേ. ഈ മക്കൾക്ക് വേണ്ടത് നൽകണേ കർത്താവേ. ഇവർ പ്രാർത്ഥിക്കുന്ന ഇവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കണേ കർത്താവേ. ഇവിടെ രോഗങ്ങളും വേദനകളും ആകുലതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും തകർച്ചകളും പകർച്ചവ്യാധികളും ഒക്കെ നീ സുഖപ്പെടുത്തണേ കർത്താവേ. ഈ മക്കളെ വിശുദ്ധീകരിക്കണേ കർത്താവേ. ഇവർക്ക് വേണ്ട അഭിഷേകം നൽകണേ കർത്താവേ. എല്ലാവിധ ബന്ധനങ്ങളും അകന്നു പോകട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവ്യകാരണീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരണീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരണീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.